ഉന്മേഷം, കണ്ണൂർ സിറ്റിയിലും റൂറൽ പരിധിയിലുമായി 2000-ഓളം പരാതികളുണ്ട്. ഇതാ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ണൂർ സിറ്റി കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ആണ്. അതായത് കണ്ണൂർ കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ഇവിടെ തന്നെ ഇപ്പോൾ ഏതാണ്ട് 50-ലധികം സ്ത്രീകളുണ്ട്. നമ്മളോട് ചില ആളുകൾ കൂടി ചേരുകയാണ്. അതായത് ഇവർ ചേച്ചി 60,000 രൂപ കൊടുത്തല്ലേ? 60,000 രൂപ കൊടുത്ത 2000-ഓളം പേരാണ്. അങ്ങനെ പല ആളുകൾ പിന്നെയും നമ്പർ അധികമുണ്ട്. അതെന്ന് വെച്ചാൽ 15 കോടിയോളം ഇവിടുന്ന് മാത്രം സമാഹരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ തട്ടിപ്പല്ല എന്നെങ്ങനെ പറയാൻ കഴിയും? ചേച്ചി, എന്താണ് നിങ്ങൾ എത്ര മാസമായി? ഞാൻ ജൂണിലാണ് തോന്നുന്നു കൊടുത്തത്. ഞാനൊരു തയ്യൽ ജോലി ചെയ്യുന്ന ഇവിടുത്തെ അറിഞ്ഞിട്ട് അവരാണ് എന്നെ ചേർത്തത്. തയ്യൽ ക്ഷേമനിധി അവരാണ് എന്നെ ചേർത്തത്. അപ്പോൾ നമ്മളെ തയ്യലിൻ്റെ ക്ഷേമനിധിൻ്റെ ആളാണ് ബാബുവേട്ടൻ, പ്രൊമോട്ടർ. അവരാണ് പല ആൾക്കാരും പറഞ്ഞപ്പോൾ നമ്മൾ വിശ്വസിച്ചു പോയി. സ്ത്രീകളായ നമ്മൾ വീട്ടിനുള്ളിൽ നിൽക്കുന്ന നമ്മളത് വിശ്വസിച്ചു പോയി. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് പിന്നെ സ്വരൂപിച്ച് വെച്ച പൈസ ആണ് നമ്മൾ 60,000 രൂപ പിന്നെ കാനറ ബാങ്കിൽ ഈ ബാബോട്ടൻ തന്നെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഇട്ടത്. അതായത് പല പ്രൊമോട്ടർമാർ വഴി ആണ് ഇവരെയൊക്കെ സമീപിച്ചത് അല്ലേ? നിങ്ങളുടെ സൊസൈറ്റി എവിടെയാണ്? നിങ്ങൾ വളവട്ടം അല്ലേ? നമ്മൾ അഴീക്കോട്. അവിടെ സൊസൈറ്റി രൂപീകരിച്ചു. എങ്ങനെയാണ് നിങ്ങളിലേക്ക് കണക്ട്? ഞാൻ എത്താൻ കണക്ഷൻ നമ്മൾ ക്ഷേമനിധിയിൽ അംഗമാണ് ഞാൻ, തയ്യൽ ക്ഷേമനിധി. അപ്പോൾ അത് നമ്മൾ വർഷങ്ങളായിട്ട് ഈ ബാബു എന്ന് പറഞ്ഞവരുടെ കീഴിൽ, ബാബു പുഷ്പജൻ അവരുടെ കീഴിലുണ്ട്. അപ്പോൾ അവരങ്ങനെ ഒരു സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല. പരിചയക്കാരായിരുന്നു? അതെ, പരിചയക്കാരാണ്. പിന്നെ തിങ്കളാഴ്ചയും പോയി, ശനിയാഴ്ചയും പോയി. ശനിയാഴ്ച ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ തിങ്കളാഴ്ച 10 മണി മുതൽ അന്ന് 7 മണി വരെ അവരുണ്ടായിരുന്നു. ഇല്ല, എടുത്തില്ല. അവർ നമ്മളെ മനഃപൂർവ്വം അവിടെ ഇരുത്തിച്ച് വിടാനാണ് നോക്കുന്നത്, പിന്തിരിപ്പിക്കാനാ ശ്രമിക്കുന്നവരെ നമ്മളാ. നിങ്ങൾക്ക് പരാതി അതാണ് ഇവർ കമ്മീഷണറെ കാണാൻ ഇവിടെ വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തത്. നിങ്ങൾ എന്ത് വിശ്വാസമില്ല? നിങ്ങൾ 50-60,000 എന്ന് പറയുമ്പോൾ നിങ്ങൾ വണ്ടിക്ക് കൊടുക്കണം. ശരി, ഞങ്ങളുടെ തെറ്റ് വന്നു. പക്ഷേ ഈ അറിയുന്നവരെന്തുകൊണ്ട് നമ്മൾ സ്ത്രീകളാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സമയം എന്നിട്ട് പോകുന്നതാണ് കേൾക്കുന്നത്. ഒരിക്കലും ഇല്ല. ഇനിയും ഈ അനന്തകൃഷ്ണന്മാരെ ജനിക്കാൻ ഇടത്തില്ല. സ്റ്റേഷനിൽ നമ്മൾ പരാതി അവരെടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അവിടുന്ന് അവരെ ആ കേസിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് നമ്മളെ വീട്ടിലേക്ക് വിടാം. നമ്മൾ ഇത്ര സ്ത്രീകളായതുകൊണ്ടായിരിക്കണം നമ്മൾ അഴീക്കോടുള്ള. നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ ഇതിങ്ങനെ ഈ പദ്ധതിയെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ ഈ തുക? ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നു. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളും ചേർന്നത്. കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നത്. ചെറിയ സാധനങ്ങൾ 6 മാസം മുതൽ 8 മാസം വരെയൊക്കെ ഇപ്പം അതിനിടയ്ക്ക് ഓണത്തിനൊരു ഓണക്കിറ്റ് സംവിധാനം ഉണ്ടായിരുന്നു. ആ സമയത്താണ് കൂടുതൽ പബ്ലിസിറ്റി വന്നത്. ഇതിന് 2000 രൂപയുടെ സാധനം 1000 രൂപക്ക് കൊടുക്കണേ. കിറ്റ് ആദ്യം തന്നു, അങ്ങനെയാണ് വിശ്വാസം. കൊടുത്തിട്ടുണ്ട്, സ്കൂൾ കിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, വാട്ടർ ടാങ്ക്, തയ്യൽ മെഷീൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രൊമോട്ടർക്ക് മാത്രമായിട്ട് വണ്ടിയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ടാണ് അത് വിശ്വസിച്ചാണ് നമ്മൾ ഇനി ഇറങ്ങിയിനി. നമുക്ക് ഇവിടെ ഇപ്പോൾ കുറേയധികം അങ്ങനെ ഈ തട്ടിപ്പിന് ഇരയായ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഇവിടെ കമ്മീഷണറെ കാണാനും മറ്റുമായി ഇവിടെ കാത്തു നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് ഈ പരാതി ഇവർ നൽകിയ പരാതി പലയിടങ്ങളിലും, അതായത് ഇത്രയും നമ്പറുണ്ട്, 2000-ഓളം പരാതിയുണ്ട്. എല്ലാം FIR-കളാക്കുക സാധ്യമല്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ തട്ടിപ്പിനിരയായവർ അവരുടെ പരാതി, അവരുടെ ഒരു വൈകാരികമായ പ്രതിഷേധം മറ്റും രേഖപ്പെടുത്തുന്നു. ഇവിടെ കമ്മീഷണറെ നേരിൽ കണ്ട് അവരുടെ പരാതി ബോധ്യപ്പെടുത്താനൊക്കെയുള്ള ശ്രമമാണ്. അതായത് എല്ലാവരുടെയും പരാതി കൃത്യമായി റെക്കോർഡ് ചെയ്യുക എന്നത് കുറേ ശ്രമകരമായ ദൗത്യമാണ്. അതാണ് ഇവിടെ ഒരു പ്രതിസന്ധിയായി മാറുന്നത്. പക്ഷേ നേരത്തെ കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ച എല്ലാ പരാതിയും കൃത്യമായി അഡ്രസ്സ് ചെയ്യും, തട്ടിപ്പ് കൃത്യമായി തന്നെ അഡ്രസ്സ് ചെയ്യും, അന്വേഷണം വ്യക്തമായി തന്നെ നടക്കും. നിലവിൽ ഓരോ സ്റ്റേഷനിലും ഓരോ മേഖല കേന്ദ്രീകരിച്ച് FIR-കൾ ഇട്ടുകൊണ്ട് തന്നെ അന്വേഷണത്തിലേക്ക് കടക്കും എന്നാണ് കമ്മീഷണർ വ്യക്തമാക്കിയത്. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോഴും പരാതി നൽകുന്നതിന് വേണ്ടി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുൻപിൽ ഒരുപാട് പേർ എത്തിയിട്ടുണ്ട്.